കുറെ നാൾക്ക് മുന്നേ ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ച് സേവ് ചെയ്ത് വെച്ചൊരു സാധനം ഇന്ന് ഫോൺ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വീണ്ടും കണ്ണിലുടക്കി. എന്നാ പിന്നെ ഇന്ന് ചായയുടെ കൂടെയുള്ള ഞം അതായിക്കോട്ടെ. ആദ്യം തന്നെ ഒരു 4 മുട്ട പുഴുങ്ങാൻ വെക്കാം. ഇതിനകത്ത് 3 ഇത് ഉണ്ടാക്കാനും ഒരെണ്ണം എനിക്ക് ബോറടിക്കുമ്പോൾ തിന്നാനുമാണ് ഗൈസ്. പിന്നെ മിക്സിയുടെ ജാറിലോട്ട് അരക്കപ്പ് തേങ്ങ, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിനയില, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് നല്ല കട്ടക്കങ്ങ് അരച്ചെടുക്കണം. ഇനി പുഴുങ്ങിയ മുട്ട രണ്ടാക്കി ഈ കൂട്ട് ഉള്ളിൽ മുട്ടയാണ് ഇരിക്കുന്നതെന്ന് അറിയാത്ത രീതിയിൽ നല്ല പോലെ അങ്ങ് പൊതിഞ്ഞെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് പണിവാളും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ അരപ്പ് തേച്ച് വെച്ച മുട്ട കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിനകത്ത് വെച്ച് സെറ്റാക്കിയതിനു ശേഷം മാത്രമേ ബാക്കി പരിപാടികൾ നടത്താവൂ. അപ്പോഴത്തേക്ക് ഏട്ടനും പീലിന്താ വന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ഇത് മുട്ടയിലോട്ട് മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത് തിളച്ച വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് വറുത്ത് കോരിയും എടുത്ത് കൂടെ കുറച്ച് കാപ്പിയും കൂടെ അങ്ങ് സെറ്റാക്കി. കണ്ടാലൊരു കട്ട്ലറ്റ് പോലെ ഇരിക്കുമെങ്കിലും ഇതാണ് എഗ് കബാബ്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്യാത്തവര് ഇഫ്താർ സ്നാക്ക് ആയിട്ടും അല്ലാതെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, കിഡിലൻ ടേസ്റ്റ് ആണ്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഗിവ് അവേ വിന്നർ ആരാന്ന് കൂടി അനൗൺസ് ചെയ്തേക്കാം. എപ്പിക് ക്വീൻ ആണ് വിന്നർ. എന്നെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.